Hi, I am Nitin, co-founder Sapiens EduConnect. No, teacher, Sapiens EduConnect. സാപ്പിയൻസിൻ്റെ ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 year ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി അറിയുന്നത്. പക്ഷെ ഒരു 5 year ആയെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ എങ്ങനെ ഒരാളെ പഠിപ്പിക്കാമെന്ന് കാര്യമായിട്ട് നോക്കിയിരുന്ന ഒരു സമയമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് അതെല്ലാം മാറി വന്നു തുടങ്ങിയപ്പോൾ ഒരു കുട്ടീനെ മാത്രമായിട്ട് പഠിപ്പിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പണ്ടൊക്കെ ഒരു ക്ലാസ്സിൽ തന്നെ 100ഉം 150ഉം കുട്ടികൾക്ക് വരെ ക്ലാസ് എടുത്തിരുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഒരു 150 പേരിൽ തന്നെ ഒരു 50ഓളം പേർക്ക് മാത്രമാണ് ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോകാനോ പറ്റുന്നത്. അതിലത്തെ ഒരു മെജോറിറ്റി കുട്ടികൾക്കും ഒരു സ്പെഷ്യൽ കെയർ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കിട്ടുന്നത് പോരാ എന്നുള്ളൊരു തോട്ടുള്ള കുട്ടികളാണ്. ഇത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്കും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും തോന്നിയ ഒരു ചിന്തയാണ് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ്. അതിനൊന്ന് സ്ട്രക്ചർ ചെയ്ത് വന്നു തുടങ്ങിയപ്പോൾ അത് ഞാൻ മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ആ ഒരു ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്തത് എങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ഹോം ട്യൂഷൻ കൊടുക്കാമെന്നായിരുന്നു. അതിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പല കുട്ടികളും പല മക്കളും അവർ പല ലേണിംഗ് സ്ട്രഗിൾസും ലേണിംഗ് ഇഷ്യൂസിലും അവരകപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെ അവരെ ഓക്കെ ആക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പിന്നത്തെ തോട്ട്സ്. അതിനായിട്ട് എൻ്റെ കൂടെ കുറേ ഡെവലപ്പേഴ്സും കുറേ ടീച്ചേഴ്സും എന്നെ പഠിപ്പിച്ച കുറേ അധ്യാപകരുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ലേണിംഗ് സ്ട്രഗിളിനെ മനസ്സിലാക്കാനും ലേണിംഗ് സ്റ്റൈല് മനസ്സിലാക്കാനും കുറേ ടെക്നോളജി സൊല്യൂഷൻസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ആ ടീച്ചിങ് മെത്തേഡിലും കുറച്ച് ടെക്നോളജീസ് ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റി. ഓഗ്മെന്റഡ് റിയാലിറ്റി ക്ലാസ്സുകളും വെർച്വൽ റിയാലിറ്റി ക്ലാസ്സുകളും കുട്ടികളുടെ വീട്ടിൽ തന്നെ ഓരോരോ എക്സ്പെരിമെന്റ് ചെയ്യലും ഇതെല്ലാം വെച്ചിട്ടാണ് സാപ്പിയൻസിന്റെ ഇപ്പോഴത്തെ ഓരോ ക്ലാസ്സുകളും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതൊന്നും എല്ലാ കുട്ടികൾക്കും വേണ്ട നീഡല്ലാന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന കുറെ കുട്ടികൾക്ക് ആ ഒരു നീഡ് വേണമെന്ന് തോന്നി. അങ്ങനെ തൃശ്ശൂർ മാത്രമായിട്ട് ഞങ്ങൾ ഇൻഡിവിജ്വലി ക്ലാസ്സസ് കൊടുത്തു തുടങ്ങിയപ്പോൾ തൃശ്ശൂരിന് പുറത്തൊന്നും ഇന്ത്യക്ക് പുറത്തൊന്നും ഞങ്ങളോട് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പാരൻസ് പറഞ്ഞു തുടങ്ങി. അതിൽ നിന്നാണ് ഒരു ഓൺലൈൻ സൊല്യൂഷൻ. നമ്മൾ ഒരിക്കലും ഇതിനൊരു ട്യൂഷനായിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇതൊരു സൊല്യൂഷനാണ്, ഒരു കുട്ടിയുടെ സ്ട്രഗിളിനുള്ള സൊല്യൂഷനാണ് സാപ്പിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എങ്ങനെ ഒരു കുട്ടീനെ എക്സൈറ്റഡ് ആക്കിയിട്ട് ക്ലാസ്സുകളെല്ലാം കേൾപ്പിക്കാം, എങ്ങനെ ഒരു കുട്ടീനെ എക്സൈറ്റഡ് ആക്കിയിട്ട് ഒരു പോർഷൻ പഠിപ്പിക്കാം, എങ്ങനെ അതിനെ റിവൈസ് ചെയ്യാന്നെല്ലാം ആലോചിച്ചു തുടങ്ങി. അതിൽ നിന്നാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നി. അല്ലെങ്കിൽ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം കൊടുക്കാൻ പറ്റി തുടങ്ങിയപ്പോൾ ഓൺലൈനിലും ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ സ്ട്രഗിളിന് സൊല്യൂഷൻ കാണാനായിട്ട് പറ്റി. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തുനിന്ന് അവൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പഠിക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കളിക്കാനോ വർത്താനം പറയാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ നല്ലോണം പഠിച്ചു പോണ കുട്ടിയാവും, പരീക്ഷയ്ക്ക് അവന് മാർക്കില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ ഞങ്ങളുടെ അധ്യാപകർ വഴി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണ്. ആ സൊല്യൂഷനിലെല്ലാം ഞങ്ങൾ ടെക്നോളജിയും ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം വെച്ച് കൊടുത്തു തുടങ്ങിയപ്പോൾ ഒരു പരിധി വരെ ഞങ്ങൾക്ക് ഒട്ടുമിക്ക ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ എല്ലാ കുട്ടികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റി. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നല്ലോണം പഠിച്ചു പോകുന്ന മക്കളുണ്ട്. പഠിക്കാൻ മടിയെന്ന് പാരൻസ് പറയുന്നൊരു കാര്യമാണ് എൻ്റെ മകൻ മടിയനാണെന്ന്. ഞാൻ ഒരിക്കലും വിചാരിക്കണില്ല ഒരു കുട്ടി മടിയനാണെന്ന്. ആ ഒരു കുട്ടി മടിയനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വീട്ടിലത്തെ ഇഷ്യൂസോ അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കും. അപ്പം അതെല്ലാം സോൾവ് ചെയ്തിട്ട് പോകാൻ പറ്റി. ആ ഒരു സമയത്ത് തന്നെ വീട്ടിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് സെക്യൂരിറ്റിയാണ് തരുന്നത്? ഇപ്പോൾ എന്നെ അറിയുന്ന പാരൻസ് തന്നെ ചോദിക്കുകയാണ്, ഇതിനെ ഒരു ട്യൂട്ടർ, ഇതിൻ്റെ ഒരു ട്യൂട്ടർ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ്? നിതിൻ വരികയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു ട്യൂട്ടർ വരികയാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുക? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മൊബൈൽ ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിൽ ഈ എൻ്റയർ ക്ലാസ് റെക്കോർഡ് ചെയ്യാണ്. അതിൽ തന്നെ ഞങ്ങൾ ഒരു SOS ബട്ടണും കൊടുത്തേക്കാണ്. എങ്ങനെ പോലീസായിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി ആ ഒരു SOS ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ്ലി ഞങ്ങൾക്കും സാപ്പിയൻസിലെ എനിക്കും പിന്നെ എൻ്റെ ആ ഒരു ടീമിനും പാരന്റിനും ഒരു SMS അലർട്ട് പോവാണ്. ആ ഒരു മോനെ നിന്ന് ട്രിഗർ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഓരോ ക്ലാസ്സും റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് ആ ഒരു കുട്ടീനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാനും ആ മോണിറ്ററിങ് വഴി ഇനി എന്തൊക്കെ അവനെ പഠിപ്പിക്കണം, ഇനി എങ്ങനെയൊക്കെ അവനെ പഠിപ്പിക്കണം എന്ന് മനസ്സിലാക്കാനും പറ്റി. പിന്നെ ഞങ്ങളുടെ AI അസസ്മെന്റ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
ഒരു കുട്ടീനെ ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ അവൻ്റെ ഇപ്പോഴത്തെ മാർക്സും അവൻ്റെ കോൺഫിഡൻസ് ലെവലെല്ലാം വെച്ചിട്ട് ഞങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് അത് ഞങ്ങളുടെ സാപ്പിയൻസിൻ്റെ എഐക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1 മന്തിന് ശേഷം അവൻ്റെ വീണ്ടുമുള്ള കാര്യങ്ങൾ, അതായത് അവൻ്റെ പിന്നെ മാറിയ മാർക്ക്, അത് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ ഡൗൺ ആയിക്കോട്ടെ, ആ മാർക്കും ഇപ്പോൾ എങ്ങനെയുണ്ട് ആളുടെ പെർഫോമൻസ്, ആ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് ആ ഒരു ട്യൂട്ടറുടെ നിന്നും ആ ഒരു പാരൻറ്റിൻ്റെ നിന്നും ആ മോൻ്റെ അടുത്തും കൂടെ ചോദിച്ചിട്ടാണ്. അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതെന്നും അല്ലെങ്കിൽ അത് എന്തൊക്കെ ഇനി കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്നും പറഞ്ഞുതരാൻ ഞങ്ങളുടെ എഐക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായിക്കാനായിട്ട് ഭയങ്കര കൺസേൺ ആണ്, ബുക്സ് വായിക്കാനൊക്കെ. വായനാശീലം വളർത്താനായിട്ട് ഒരു വെർച്വൽ ലൈബ്രറി തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തൊക്കെയാണ്. ഏതൊരു കുട്ടിക്കും, ഞങ്ങളുടെ സാപ്പിയൻസിന് ചേരുന്ന ഏതൊരു കുട്ടിക്കും ഏതൊരു ബുക്ക് വേണമെങ്കിലും ആ ഒരു റിക്വസ്റ്റ് അവരുടെ തന്നെ ഒരു വെബ് ആപ്ലിക്കേഷൻ വഴി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി എത്തിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണണം എന്ന് പറയുന്ന മക്കൾക്ക് കെമിസ്ട്രിയിലത്തെ ആയിക്കോട്ടെ ഫിസിക്സിലത്തെ ആയിക്കോട്ടെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഞങ്ങളിപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ എല്ലാ രീതികളും ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിയുടെ അവൻ്റെ ആ ഒരു അക്കാഡമിക് ജേണീനെ ഒരു 360 ലെവലിലുള്ള ഒരു ഗ്രോത്ത് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഓരോ ക്ലാസ്സും ഇപ്പോൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നത്. ഇനി ഞങ്ങൾക്ക് ഒരുപാട് ടൂൾസ് ഇതിൽ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ R&D ടീമിൽ പല ടൂൾസും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേണിംഗ് സ്ട്രഗിൾ ഉള്ളവർക്കും ലേണിംഗ് സ്ട്രഗിൾ ഇല്ലാത്ത കുട്ടികൾക്കും അവരുടെ കരിയർ പാത്ത് തീരുമാനിക്കാനും, ഇനി എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള മക്കൾക്കാണെങ്കിൽ വരെ അവരെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു നോക്കാനുള്ള ടെക്നോളജിക്കൽ ടൂൾസ്, എ ഗ്രൂപ്പ് ഓഫ് ടൂൾസ് ഞങ്ങളുടെ ബാക്കെൻഡിൽ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പഠിത്തത്തിൽ നിന്ന് മാറിയിട്ട് പല ലഹരിയിലേക്കും അല്ലെങ്കിൽ വേറെ വല്ല വഴിയിലേക്കും പോകുന്നത് അതൊരു പരിധിവരെ തടഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകരുടെ കൂടെ അവർക്ക് അവരുടെ അക്കാഡമിക് ജേണി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഇപ്പോഴത്തെ പേരൻസ് കണ്ടില്ല എന്ന് നടിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അവരത് മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റി. കോവിഡിന് ശേഷം സ്ക്രീൻ ടൈം കൂടിയതും അതല്ലാത്ത പല ലൈഫ് സ്റ്റൈലും പിന്നെ അവരുടെ ആ ബൈ ബർത്ത് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് വരാനായിട്ട് കാരണമായിട്ടുണ്ട്. അവർക്ക് പഠിക്കാനായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിനെ നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ മക്കൾക്കും ബാക്കിയുള്ളവരെ പോലെ അടിപൊളിയായിട്ട് വരാം. പാരൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ടത്. പാരൻസ് ആണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഒരു പ്രയാസം ഉണ്ടെന്നും ആ ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് ഞാൻ ഏതറ്റം വരെയും പോകുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള കുറേ സൊല്യൂഷൻസ് ഉണ്ട്. അതെല്ലാം സോൾവ് ചെയ്തിട്ട് അവരുടെ അക്കാഡമിക് സ്റ്റൈലിൽ അവർക്ക് എങ്ങനെയാണോ പഠിക്കാൻ താല്പര്യമുള്ളത് ആ രീതിയിൽ അവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ അവരൊന്നും പാർശ്വവൽക്കരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവർ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കുട്ടികളെ അല്ല. ഇപ്പം ഞങ്ങളായാലും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, പാരൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കത് പറഞ്ഞിട്ട് അങ്ങനെയല്ല, അല്ലെങ്കിൽ അവനെ തല്ലിപ്പഠിപ്പിച്ചാൽ ചിലപ്പോൾ ഓക്കെ ആവും. അങ്ങനെയൊന്നല്ല അതിനെ ഓക്കെ ആക്കേണ്ടത്. അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരിതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കാനും റെഡിയാണ്. അതിന് പകരം അവർക്ക് കുറേ ഓവർ പ്രഷർ കൊടുത്തിട്ട് അവർക്ക് കുറേ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ലൈഫിലെ ആകെ ഡൗൺ ആയി പോവുകയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു പാരൻറ്റിങ്ങിലൂടെയും നല്ലൊരു ടീച്ചിങ്ങിലൂടെയും ഒരു കുട്ടിയുടെ ഒരു പാത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവന് ഉറപ്പായിട്ടും അവന് നല്ലൊരു കരിയർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി സാധിക്കും. നമുക്കൊരു കുട്ടിയുടെ അക്കാഡമിക് ജേണിയിൽ ചേഞ്ചസ് വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതുവഴി അവന് നല്ലൊരു പാത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവൻ്റെ ഫ്യൂച്ചറിനെയും അവൻ്റെ ഫ്യൂച്ചറിലൂടെ ആ ഒരു സൊസൈറ്റീനെയും എല്ലാത്തിനെയും ഡെവലപ്പ് ചെയ്യും. ഞങ്ങളുടെ മിഷൻ തന്നെ കണക്റ്റിംഗ് മൈൻഡ്സ് ഷേപ്പിംഗ് ഫ്യൂച്ചേഴ്സ് എന്നാണ്. നമുക്കിങ്ങനെ ഓരോ വിദ്യാർത്ഥിനെയും കണക്ട് ചെയ്തിട്ട് അവൻ്റെ സ്ട്രഗിൾസ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാം. സാപ്പിയൻസിൻ്റെ ഈ ജേണിയിലൂടെ നമുക്ക് നമ്മുടെ മക്കളുടെ പുതിയൊരു മാറ്റത്തിന് തുടക്കമാവാം.